ഹലോ സുഹൃത്തുക്കളെ, ഫിഷിംഗ് ഹമീദാണ്. നമ്മളിന്ന് ചാലിയത്ത് കടലിൽ പോയിട്ട് നമുക്ക് വലയിട്ട് മീൻ പിടിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ തണ്ടാടി വല, നമ്മൾ പഴയ തണ്ടാടി വലയാണ് കേട്ടോ. കുറച്ച് പാച്ച് വർക്കൊക്കെ ഉണ്ട്. ഇനി പാച്ച് വർക്കൊക്കെ തുന്നി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കടലിൽ പോയിട്ട് എന്തൊക്കെ മീൻ കിട്ടുമോ നോക്കാം നമുക്ക്. ഹലോ ഗൈസ്, സുഹൃത്തുക്കളെ, ഇത് നമ്മളെ റിലേറ്റീവിൻ്റെ വീടാണ് കേട്ടോ. ഇവിടുന്ന് വന്നിട്ട് വേറൊരു 3.5 കിലോമീറ്റർ കടലിലേക്ക് ഉണ്ട് വീട്. അപ്പോൾ നമ്മളെ സ്പോട്ടിലെത്തിട്ടോ. അപ്പോൾ അതാ കടലെത്തി ഉടനെ തന്നെ നമ്മൾ വല വെള്ളത്തിൽ അറസ്റ്റ് ചെയ്ത് നിൽക്കാൻ ഒരു വെയിറ്റ് നിർബന്ധം. അതിന് നമ്മളൊരു കല്ല്, അത്യാവശ്യം വെയിറ്റുള്ളൊരു കല്ല് ഉപയോഗിക്കും കേട്ടോ. ഇത് നമ്മൾ റോപ്പ് കെട്ടണം കേട്ടോ. കല്ലിൻ്റെ മുകളിൽ റോപ്പ് 2 മടക്കാക്കി കെട്ടി. സുഹൃത്ത് ഷാഫിക്കും കൂടെ ഉണ്ട് കേട്ടോ. നമ്മൾ കടലിൽ വന്ന ഷാഫിക്ക് വല അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കല്ല്. വല അറസ്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളം നല്ല പിടുത്തുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ മേലെ വലനെ ടോപ്പ് കെട്ടാൻ വേണ്ടി ഫ്ലോട്ടൊക്കെ റെഡിയാക്കി. അപ്പോൾ നമ്മൾ വല ഇടാനുള്ള സെറ്റപ്പാണ് കേട്ടോ. നമ്മൾ വല ഇടുന്ന ദൂരപരിധി എന്ന് വെച്ചാൽ നമുക്ക് വെള്ളത്തിൽ എത്രത്തോളം സേഫ്റ്റി ആയിട്ട് നിൽക്കാൻ പറ്റുമെന്ന് നോക്കിയിട്ടാണ് കേട്ടോ ഈ കല്ല് വെള്ളത്തിലിടുന്നത്. എന്നിട്ട് ആ ഫ്ലോട്ടിൻ്റെ മുകളിൽ മേലെ വെച്ചിട്ട് നല്ല അടിപൊളി മീൻ പിട്ടൊക്കെ കേട്ടോ. കുറച്ച് ദിവസമായിട്ട് കടലിൽ വലയിട്ടിട്ട്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വലയുടെ ഒരറ്റം ആ ഫ്ലോട്ടിൻ്റെ മുകളിൽ പണി, താഴെ ഭാഗം ആ കല്ലിട്ട് വെയിറ്റായിട്ട് ഉപയോഗിച്ച് അതിൻ്റെ മേലെ ബന്ധം. അങ്ങനെ ഒരു 70 മീറ്റർ ലെങ്ത്തുള്ള വലയാണ്. നമ്മൾ ഈ വല 50 മീറ്ററോളം ഇട്ടിട്ടുള്ളൂ കേട്ടോ. നമുക്ക് അവിടെ ഇടാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് പെട്ടെന്ന് കയറി പോരേണ്ടി വന്നു. ബാക്കിയുള്ള വല അവിടെ കെട്ടി വെച്ചു. അവിടെ നമ്മൾ ആദ്യം വല ഇട്ടിന്. പിന്നെ വല ഇട്ട് കുറച്ചങ്ങോട്ട് എത്തുന്നതിന് വല ഈ വെള്ളത്തിൻ്റെ തള്ളലോണ്ട് വല ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ ആ വലൻ്റെ അറ്റം അവിടെ ഉണ്ടായിരുന്നു, ഫ്ലോട്ട് അവിടെ ഉണ്ടായിരുന്നു. വല ഇങ്ങനെ കിട്ടി താഴോട്ട് അപ്പോൾ നമ്മൾ കൂടുതൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വല നമുക്ക് നഷ്ടപ്പെടും. അതുപോലെ കുറച്ചായിട്ട് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വല തിരിച്ച് പിടിക്കേണ്ടി വരും. അപ്പോൾ കൂടുതൽ നേരം വള്ളത്തിലിട്ടെക്കാൻ പറ്റില്ല വല. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇന്നത്തെ കാര്യം കട്ടപ്പോഹാണ്. ഇന്ന് ചിലപ്പോൾ മീൻ കിട്ടാനേ ഉണ്ടാവില്ല. വലക്ക് താഴോട്ടൊക്കെ ഒരു വലിവുണ്ട് കേട്ടോ. ആ വലിവ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കല്ലും കൂടി ആഡ് ചെയ്ത് വല ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വലയിലൊന്നും മീനൊന്നും കണ്ടില്ല കേട്ടോ. എന്താ അറിയില്ല, മീൻ കിട്ടാറില്ല. ആ ബീച്ചിൻ്റെ സൈഡിൽ വലിയൊരു മരം കണ്ടപ്പോൾ അതിന്മേൽ കയറാനൊരു ഊതി. കയറിയപ്പോൾ തന്നെ കാല് സ്ലിപ്പായി. വൈഫ് കണ്ടുപിടിച്ചു സ്ലിപ്പായത്. പിന്നെ ഒരു പാർക്കെട്ട് ഉണ്ട് കേട്ടോ. പാർക്കെട്ടിൻ്റെ മുകളിലൊക്കെ രസമാണല്ലോ ഇങ്ങനെ കയറി ഇറങ്ങാൻ. അപ്പോൾ കടലിലിട്ട് വല തിരിച്ചെടുക്കാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ അങ്ങനെ വലിച്ച് കയറ്റിക്കൊണ്ടിരിക്കാം കേട്ടോ കടലിലെ വല. അപ്പോൾ ഞാൻ വലിച്ച് കയറ്റുമ്പോൾ ഹെൽപ്പ് ചെയ്യാൻ അവിടെ കുറച്ച് സുഹൃത്തുക്കളുണ്ടായിന്. അവർ നമ്മളൊപ്പം കൂടി. മണലിൽ ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് കിട്ടിയ മീനിനെ കുഴിയിലേക്ക് കേട്ടോ. ഒന്നാമത് അവിടെ പരുന്തുണ്ട്, വലിയ പരുന്തുണ്ട് തൊട്ട് മുന്നിൽ നിന്ന് റാഞ്ചും. അത് ഒഴിവാക്കാൻ വേണ്ടി അപ്പോൾ ഒരു ഞണ്ടിന് ശേഷം ഒരു കോരക്കുട്ടി ഇട്ടോ. കോര വല്ലിക്കോര. ഇതെന്താ അടുത്തെന്താ ഉണ്ടല്ലോ, ഉണ്ടല്ലോ. കടുക്ക് മാത്രമുണ്ട്. അടിപൊളി കോര. എങ്ങനെ കുഞ്ഞാടില്ല, ഈ കണ്ണി കയറിയല്ല എന്താ ഭാഗത്ത് മാന്തലിതാ 3 മീന്. ഇതാണ് മാന്തള്. അതാ ഒരു മാന്തൽ, 2 മാന്തൽ, ഒരു ഞണ്ടും. സിറിഞ്ചൊക്കെ ഉണ്ട്. സിറിഞ്ച് മൊച്ചിങ്ങ ഇതൊക്കെ വീട്ടിൽ കൊടുക്കും. അതാ വീണ്ടും ഒരു മാന്തലുണ്ടോ. അടിപൊളി മാന്തൽ. ഒരു മീനുണ്ട്. മാന്തളില്ല, മാന്തള് അടിപൊളി സാധനം. മുട്ടമ്മ എടുത്തു കേട്ടോ. അടിപൊളി മാന്തൽ. അടുത്ത മാറിന്റെ മുന്നേ അടിയത്തിലാക്കല്ലേ. മീൻ കൊണ്ടാവാൻ വലിയ കൊട്ട കൊണ്ടുവന്നോന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അവര് തമാശ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. കളിയാക്കിക്കൊണ്ട് മാന്തള്
ഈ ഒരു സമയം കടലിൽ വലയിട്ടാൽ ആർക്കും അങ്ങനെ മീൻ കിട്ടുന്നില്ല കേട്ടോ. കടലിൽ മീൻ കിട്ടാത്തൊരു സാഹചര്യം ഇപ്പോൾ ഉള്ളത്. ചില സമയങ്ങളിൽ എനിക്കിവിടെ നന്നായി മീൻ കിട്ടാറുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ സ്പോട്ടിൽ നിന്ന് ഇനിയും നമ്മൾ അടിപൊളി മീൻ പിടുത്തവുമായി പിന്നെയും വരും. അപ്പം ബൈ ബൈ.